ഇന്നത്തെ വായന കഥാകാരൻ്റെ ചില ഓർമ്മക്കുറിപ്പാണ്. പുഴയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം നിഴലിക്കുന്നത് ഈ കഥയിൽ എങ്ങനെയാണെന്ന് നോക്കാം. എഴുതിയത് റഹ്മത്തുലവക്കോട്ട്. എൻ്റെ കുട്ടിക്കാലം, ഗൃഹാതുരത്വം പേറുന്ന കുറെ ഓർമ്മകളുടെ വസന്തകാലം. കല്ലുംകടവ് പുഴയായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നിറഞ്ഞൊഴുകുന്ന അവളുടെ അഴക് ഒന്ന് വേറെ തന്നെയായിരുന്നു. പുലരിയുടെ വെട്ടം കുഞ്ഞോളങ്ങളിൽ മുത്തമിടുമ്പോൾ അവളുടെ കണ്ണുകളിലെ തിളക്കം കോടാനകോടി നക്ഷത്രങ്ങളായി മിന്നിത്തെളിയുന്നത് ഇന്നലെയെന്ന പോലെ കൺമുന്നിലുണ്ട്. നിഷ്കളങ്കരായ കുറെ ഗ്രാമീണർ, കലഹങ്ങളില്ലാതെ, പൊങ്ങച്ചങ്ങളില്ലാതെ ഒഴുകുന്ന പുഴയ്ക്ക് എതിരെ തുഴയുമ്പോൾ അയ്യപ്പേട്ടന് സ്ഥിരം ഒരു വർത്തമാനമുണ്ട്. ഇന്ന് നല്ല ഒഴുക്കാ, സൂക്ഷിക്കണേ. എല്ലാവർക്കും അയ്യപ്പേട്ടനോട് സ്നേഹമാണ്. ആരോടും എതിർത്തു പറയാത്ത, എല്ലാവരെയും ഉണ്ണീ എന്ന് മാത്രം സംബോധന ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം അയ്യപ്പേട്ടൻ. തുഴകോലും പിടിച്ച് ആരേലും വന്നാൽ കടത്തിവിടാൻ തയ്യാറായി നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കാരണവർ മമ്മൂട്ടിക്ക. ഇദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരനാണ് അയ്യപ്പേട്ടൻ. നിരനിരയായി വഞ്ചിയുറപ്പിച്ചു മണൽ വാരിക്കയറ്റുന്ന ശ്രീധരനും മറ്റുള്ളവരും. ഇവരൊക്കെ ഈ പുഴയുടെ അവകാശികളാണ്. ഇവരില്ലെങ്കിൽ പുഴയ്ക്ക് ജീവനുണ്ടാകില്ല. ഇവരില്ലെങ്കിൽ പുഴയിൽ ഓളങ്ങളുണ്ടാകില്ല. കുളവാഴയും ചണ്ടിയും കുശലം പറയില്ല. പരൽമീനുകൾ മുകൾ പരപ്പിലെത്തില്ല. സർവോപരി സുന്ദരിയായ എൻ്റെ മനസ്വിനി ചിരി തൂകുകയില്ല.